എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള ഡിക്ഷണറി എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് ഡിക്ഷണറി ഒരു ഡാറ്റ ടൈപ്പ് തന്നെയാണ്. നമ്മളിപ്പോൾ കുറേ ഡാറ്റ ടൈപ്പുകൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തു, നമ്പർ ടൈപ്പ്. പിന്നെ നമ്മൾ സീക്വൻസ് ടൈപ്പ് ഡിസ്കസ് ചെയ്തു. അതിനകത്ത് സ്ട്രിങ്, ലിസ്റ്റ്, പിന്നെ ടപ്പിളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിക്ഷണറിയാണ്. അപ്പോൾ ഈ ഡിക്ഷണറി എന്നുള്ളത് ഒരു ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ കൂടി അത് നമ്മൾ പൈതൺ 2ൻ്റെയും പൈതൺ 3ൻ്റെയൊക്കെ കേസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഈ ഒരു പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. കാരണം മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലൊക്കെ ഒന്നിന് ശേഷം അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനായിട്ടാണ് വേറൊരു വേർഷൻ വരിക. അപ്പോൾ പൈതൺ 2ഉം പൈതൺ 3യും വരുമ്പോൾ അങ്ങനെയല്ല നടക്കുന്നത്. ഒരുപാട് ഡിഫറൻസുകളുണ്ട്. അതുപോലത്തെ ഉള്ളൊരു ഡിഫറൻസാണ്. അതായത് പല വേർഷൻസിലും പല രീതിയിൽ എന്നുള്ളൊരു ഡിഫറൻസാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഡിക്ഷണറി ഈസ് എൻ അൺഓർഡേർഡ് ഓർ ഓർഡേർഡ് സെറ്റ് ഓഫ് കീ വാല്യൂ പെയർ ഓഫ് ഐറ്റംസ്. ഈ ഡിക്ഷണറി എന്ന് പറയുന്നത് അൺഓർഡേർഡ് ആയിട്ടുള്ള സെറ്റുകളുണ്ട്, ഓർഡേർഡ് ആയിട്ടുള്ള സെറ്റുകളുണ്ട്. അതായത് ചില വേർഷനകത്ത് അൺഓർഡേർഡ് ആയിട്ടുള്ള സെറ്റാണ്, ചിലതിനകത്ത് ഓർഡേർഡ് ആയിട്ടുള്ള സെറ്റായിട്ടാണ് അത് കീപ്പ് ചെയ്യുന്നത്. ഈ ഒരു അൺഓർഡേർഡ് ആയിട്ടുള്ള സെറ്റ് അല്ലെങ്കിൽ ഓർഡേർഡ് ആയിട്ടുള്ള സെറ്റിനകത്ത് കീ വാല്യൂ പെയർ ഓഫ് ഐറ്റംസ് ആണ്. അതായത് ഒരു കീ ഉണ്ടായിരിക്കും, അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അത്തരം പെയർ ഓഫ് ഐറ്റംസ് ആണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് ഡിക്ഷണറി? ഡിക്ഷണറി എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് സെറ്റാണ്, അല്ലെങ്കിൽ ചില കേസുകളിൽ അതൊരു അൺഓർഡേർഡ് സെറ്റാണ്. അതിനകത്തുള്ളത് കീ വാല്യൂ പെയർ ഓഫ് ഐറ്റംസ് ആണ്. അതായത് ഒരു കീ ഉണ്ടായിരിക്കും, അതിന് അസോസിയേറ്റ് ചെയ്തിട്ടൊരു വാല്യൂ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഒരു കീ ഉണ്ടായിരിക്കും, അതിന് അസോസിയേറ്റ് ചെയ്തൊരു വാല്യൂ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് സെറ്റ് ഓഫ് ഐറ്റംസ് ആണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുക. ഇറ്റ് ഈസ് ലൈക്ക് എൻ അസോസിയേറ്റീവ് അറേ ഓർ ഹാഷ് ടേബിൾ. ഇത് പലപ്പോഴും അസോസിയേറ്റീവ് അറേ പോലെയും ഹാഷ് ടേബിൾ പോലെയൊക്കെയാണ് ആക്ട് ചെയ്യുക. അതിനകത്ത് ഓരോ കീയും ഓരോ സ്പെസിഫിക് വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. കീ ക്യാൻ ഹോൾഡ് എനി പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് വെറാസ് വാല്യൂ ഈസ് ആൻ ആർബിട്രറി പൈതൺ ഒബ്ജക്റ്റ്. ഇതിനകത്ത് ഈ കീ എന്ന് പറയുന്നത് ഏത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പും ഹോൾഡ് ചെയ്യാൻ കഴിയും. മാത്രമല്ല വാല്യൂവിൻ്റെ കേസ് വരുമ്പോൾ അതൊരു പൈതൺ ഒബ്ജക്റ്റാണ്. നമുക്കിവിടെ എക്സാമ്പിളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്തിനാണ് ഈ ഡിക്ഷണറീസ് യൂസ് ചെയ്യുന്നത്? ഡിക്ഷണറീസ് ആർ യൂസ് ടു സ്റ്റോർ ഡാറ്റ വാല്യൂസ് ഇൻ കീ വാല്യൂ പെയേഴ്സ്. നമുക്ക് നമ്മളുടെ വാല്യൂസിനെ അല്ലെങ്കിൽ ഡാറ്റയെ കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഡിക്ഷണറീസ് യൂസ് ചെയ്യുന്നത്. ഈ ഡിക്ഷണറി എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ചില കേസുകളിൽ ഞാൻ പറഞ്ഞു, ചില കേസുകളിൽ അൺഓർഡേർഡും ആണ്. ഇതിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്താം, അതായത് മ്യൂട്ടബിൾ ആണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗഡ് അല്ല. അതായത് നമുക്ക് വേണമെങ്കിൽ മോഡിഫിക്കേഷൻസും എഡിറ്റും ഒക്കെ ചെയ്യാം, പക്ഷേ ഡ്യൂപ്ലിക്കേഷൻസ് അലൗഡ് അല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, അതായത് പൈതൺ വേർഷൻ 3.7 ഡിക്ഷണറീസ് ഓർഡേർഡ് ആണ്. എന്നാൽ പൈതൺ 3.6 അതിന് മുന്നേ ഉള്ള വേർഷൻസിനൊന്നും എന്തായിരുന്നില്ല, ഡിക്ഷണറീസ് ഓർഡേർഡ് ആയിരുന്നില്ല. അതിനകത്തൊക്കെ ഡിക്ഷണറീസ് അൺഓർഡേർഡ് ആയിരുന്നു. അതാണ് ഇതിനകത്തുള്ള വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ചില വേർഷനകത്ത് ഓർഡേർഡും ചില വേർഷനകത്ത് അൺഓർഡേർഡ് ആയിട്ടാണ് നമുക്ക് ഈ ഡിക്ഷണറീസ് കാണാൻ പറ്റുക. ദ ഐറ്റംസ് ഇൻ ദ ഡിക്ഷണറി ആർ സെപ്പറേറ്റഡ് വിത്ത് കോമ ആൻഡ് എൻക്ലോസ്ഡ് ഇൻ കേളി ബ്രേസസ്. നമുക്ക് ഈ ഐറ്റംസ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കേളി ബ്രേസിലാണ് അത് എൻക്ലോസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡി ഈക്വൽ ടു കേളി ബ്രേസിനകത്ത് 1 ജിമ്മി. അപ്പോൾ ആദ്യത്തെ കീ വാല്യൂ പെയർ എന്താണ്? കീ 1 ആണ്. അതിനകത്തുള്ള വാല്യൂ ജിമ്മി ആണ്. പിന്നെ കോമ ഇട്ടു. അടുത്തത് 2 ആണ് കീ, അതിനകത്തുള്ള വാല്യൂ അലക്സ്. പിന്നെ 3 ആണ്, അതിൻ്റെ വാല്യൂ ജോൺ. പിന്നെ 4 ആണ് മൈക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിക്ഷണറിനകത്ത് നമുക്ക് എങ്ങനെയൊക്കെ ഹാൻഡ്ലിങ് നടത്താം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഡിക്ഷണറി അങ്ങ് പ്രിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കോഡാണ് പ്രിൻറ്റ്. ബ്രാക്കറ്റിനകത്ത് ഡി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് ലൈന് കണ്ടോ? 1 ജിമ്മി, 2 അലക്സ്, 3 ജോൺ, 4 മൈക്ക്. ഇത്രയും പ്രിൻ്റായി കിട്ടും. പിന്നെ വരുന്ന അടുത്ത പോയിൻ്റ് എന്താണ്? ആക്സസിങ് വാല്യൂ യൂസിങ് കീസ്. അതായത് ഈ കീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാല്യൂസ് ആക്സസ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്ന എന്താണ്? പ്രിൻ്റ് ഫസ്റ്റ് നെയിം ഈസ് പ്ലസ് ഡി ഓഫ് 1. ഫസ്റ്റ് നെയിം ഈസ് ആണ് നമ്മൾ പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് എന്താ കൊടുക്കുക? ഡി ഓഫ് 1 എന്ന് പറഞ്ഞാൽ കീക്കിൻ്റെ വാല്യൂ എന്താണ്? ജിമ്മി. അപ്പോൾ എങ്ങനെ റിസൾട്ട് വരിക? ഫസ്റ്റ് നെയിം ഈസ് ജിമ്മി എന്നാണ് കേട്ടോ റിസൾട്ട് വരിക. ഓക്കെ,
അടുത്ത് നോക്കാം. പ്രിൻ്റ് സെക്കൻഡ് നെയിം ഈസ് DO4. ഇവിടെയാണ് പിന്നെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ചിലർക്കൊക്കെ വരിക. സെക്കൻഡ് നെയിം ഈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും DO2 അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്, DO4 ആണ്. അപ്പോൾ ഈ കോഡിനകത്ത് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആൻസർ വരുന്നത്. പലരും കൺഫ്യൂസർ ആവും, അവിടെ അലക്സ് അല്ലേ വരിക, എന്തുകൊണ്ട് മൈക്ക് വന്നു എന്നുള്ളത്. DO4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് 4 എന്നുള്ള കീ ആണ് അവിടെ നമ്മൾ വാല്യൂ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിനകത്തുള്ള ഡാറ്റ നമ്മൾ എടുക്കുന്നത്. സെക്കൻഡ് നെയിം ഈസ് മൈക്ക് എന്ന് വരും, മനസ്സിലായോ? അതായത് സെക്കൻഡ് നെയിം ഈസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ ഒരു വാല്യൂ ആണ്, അലക്സിനെയാണ് പ്രതീക്ഷിക്കുക. പക്ഷേ ആക്ച്വലി ഈ കോഡ് പ്രകാരം DO4 എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മളവിടെ മൈക്കിന് കൊടുത്തിട്ടുള്ളത്. പലരും കൺഫ്യൂസർ ആവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അതാണ്. പിന്നെ പ്രിൻ്റ് D.keys. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കീസ് മാത്രം അങ്ങ് പ്രിൻ്റ് ചെയ്യണം. അതായത് ഡിക്ക് കീസ് 1 2 3 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് എന്താണ്, പ്രിൻ്റ് D.values. നമ്മൾ അടുത്തത് വാല്യൂസ് മാത്രം പ്രിൻ്റ് ചെയ്യാനുള്ളതാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുക? ഡിക്ക് വാല്യൂസ് ജിമ്മി കോമ അലക്സ് കോമ ജോൺ കോമ മൈക്ക്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിക്ഷണറിക്കകത്തുള്ള മെയിനായിട്ടുള്ള ഹാൻഡ്ലിങ്ങുകളൊക്കെ വരുന്നത്. അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീയും വാല്യൂയും ഒരുമിച്ച് പെയറായിട്ട് ചില സമയങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അത്തരം കേസുകളിലാണ് നമ്മൾ ഈ ഡിക്ഷണറീസ് യൂസ് ചെയ്യുക. ഡിക്ഷണറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഡേർഡ് ആയിട്ടുള്ള ഐറ്റംസും ലിസ്റ്റായിട്ടും നമുക്ക് കീപ്പ് ചെയ്യാം, അൺഓർഡേർഡ് ആയിട്ടുള്ള ലിസ്റ്റായിട്ടും കീപ്പ് ചെയ്യാം. അത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഏത് വേർഷൻ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് വരിക. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു 3.6 വരെ, അതായത് പൈതൺ 3.6 വരെ എന്ന് പറയുമ്പോൾ അതിന് മുന്നേ ഉള്ള വേർഷൻസുകൾ ഒക്കെ എന്തായിരുന്നു, ഡിക്ഷണറീസ് അൺഓർഡേർഡ് ആയിരുന്നു. എന്നാൽ പൈതൺ 3.7 എത്തിയപ്പോഴേക്ക് ഡിക്ഷണറീസൊക്കെ ഓർഡേർഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഓർഡേർഡ് സെറ്റായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, അൺഓർഡേർഡ് സെറ്റായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് കീ വാല്യൂ പെയർ ആയിട്ടാണ് അത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കീക്ക് അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അസോസിയേറ്റീവ് അര പോലെയും ഹാഷ് ടാബിൾ പോലെയൊക്കെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. പിന്നെ ഇത് മ്യൂട്ടബിൾ ആണ്, നമുക്ക് ചേഞ്ചസ് വരുത്താം, മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. പക്ഷേ ഡ്യൂപ്ലിക്കേഷൻസ് അലൗഡ് അല്ല എന്നുള്ളത് മാത്രം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു കോമാസും വെച്ചിട്ടാണ് അത് സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ കേളി ബ്രേസസ് വെച്ചിട്ടാണ് അത് എൻക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു എക്സാമ്പിൾ തന്നെ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഡാറ്റ കൊടുത്തു, പിന്നെ അത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ 2 കൺസെപ്റ്റുകൾ പ്രിൻ്റ് ചെയ്തു. അതായത് ഫസ്റ്റ് നെയിം ഈസ് D.1 എന്നും സെക്കൻഡ് നെയിം ഈസ് D.4 എന്നൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്തു. പിന്നെ കീസ് പ്രിൻ്റ് ചെയ്തു, പിന്നെ വാല്യൂസ് പ്രിൻ്റ് ചെയ്തു. ഇത്രയാണ് നമുക്ക് നമ്മുടെ ഡിക്ഷണറിയെക്കുറിച്ച് പറയാനുള്ളത്. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്നിടത്ത്, അതായത് സ്റ്റാർട്ടിങ്ങിലൊക്കെ പറയുന്ന ഇൻട്രൊഡക്ഷനൊക്കെ മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. പിന്നെ ഹാൻഡ്ലിംഗ് ഒക്കെ വരുന്നിടത്ത് ചിലർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. പിന്നെ ഈ സിൻടാക്സ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ സംബന്ധിച്ചിടത്തോളം പലരെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം. കാരണം അവർ കരുതിയ പോലെ സിൻടാക്സ് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എറർ മെസ്സേജ് വരും, പിന്നെ പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ ലോജിക്ക് കറക്റ്റ് മനസ്സിലാക്കി സിൻടാക്സ് ക്ലിയർ ചെയ്തിട്ട് വേണം കൺസെപ്റ്റുകൾ പഠിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.